Hello viewers, welcome back to But Why Malayalees channel. 35,000 to 40,000 റേഞ്ചിലുള്ള ഫോൺ വാങ്ങിക്കുന്ന ഒരാൾക്ക് മിക്കവാറും കൺഫ്യൂഷൻ ഉണ്ടാവും ഇപ്പോൾ IQOO7 വാങ്ങിക്കണോ അതോ OnePlus 9R വാങ്ങിക്കണോ എന്നുള്ളത്. അപ്പോൾ രണ്ട് ഫോൺസിന്റെ ഒരു കമ്പാരിസൺ നമുക്കൊന്ന് ചെയ്തു നോക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഏത് ഫോൺ വാങ്ങിക്കണം എന്നുള്ള ഡിസിഷൻ എടുക്കാൻ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. ഡിസ്പ്ലേനെ കുറിച്ച് പറയാനാണെങ്കിൽ 6.55 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ ആണ് OnePlus 9R ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ IQOO7 6.62 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ ആണ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ സ്ലൈറ്റ്ലി ലാർജർ ഡിസ്പ്ലേ ആണ് IQOO7 കൊടുത്തിരിക്കുന്നത്. പുറത്തതിന് 1100 നിറ്റ്സ് ആണ് പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് OnePlus 9R. എന്നാൽ 1300 നിറ്റ്സ് ആണ് IQOO7 പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഔട്ട്ഡോർ യൂസേജിൽ കുറച്ചും കൂടെ ബെറ്റർ ബ്രൈറ്റ്നസ് വരുന്നത് IQOO7 ആയിരിക്കും. 120 ഹെർട്സ് ആണ് രണ്ട് ഫോൺസിന്റെയും റിഫ്രഷ് റേറ്റ് വരുന്നത്. OnePlus 9R ഉപയോഗിച്ചിരിക്കുന്ന 240 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും IQOO7 300 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റുമാണ്. അപ്പോൾ നിങ്ങൾ ഫോണിൽ ടച്ച് ചെയ്യുന്നതും ഫോൺ അതിനെ റെക്കഗ്നൈസ് ചെയ്യുന്നതും കുറച്ചും കൂടെ ഫാസ്റ്റർ ആയിരിക്കും IQOO7. ഒരു ഗെയിമറിന് അല്ലെങ്കിൽ നോർമൽ യൂസേജിലൊക്കെ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും. ഇനി രണ്ട് ഫോൺസിലും HDR10+ സപ്പോർട്ടും അവൈലബിൾ ആണ്. ഫിസിക്കൽ ഓവർവ്യൂവിന്റെ കാര്യം നോക്കാനാണെങ്കിൽ രണ്ട് ഫോൺസിൽ ഉപയോഗിച്ചിരിക്കുന്ന ഗ്ലാസ് ബാക്ക് മെറ്റീരിയൽ ആണ്. 8.4 mm ആണ് രണ്ട് ഫോൺസിന്റെ തിക്നെസ് വരുന്നത്. OnePlus 9R വെയിറ്റ് വരുന്നത് 189 ഗ്രാംസും IQOO7 വെയിറ്റ് വരുന്നത് 196 ഗ്രാംസും ആണ്. അപ്പൊ സ്ലൈറ്റ്ലി ഒരു ലൈറ്റ് വെയിറ്റ് ഫോൺ ആയിട്ട് പറയാൻ പറ്റുന്നത് OnePlus 9R ആണ് കമ്പയർ ടു IQOO7. രണ്ട് ഫോൺസിലും ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. OnePlus 9R Dolby Atmos ഫീച്ചർ അവൈലബിൾ ആണ്. എന്നാൽ IQOO7 ഹൈ റെസൊല്യൂഷൻ ഓഡിയോ മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. ബാറ്ററിന്റെ കാര്യം നോക്കാനാണെങ്കിൽ OnePlus 9R ഉപയോഗിച്ചിരിക്കുന്ന 4500 mAh ബാറ്ററിയാണ്. അതിൽ 65 വാട്ട്സിന്റെ സൂപ്പർ ഫാസ്റ്റ് ചാർജറും കൊടുത്തിട്ടുണ്ട്. എന്നാൽ IQOO7 കൊടുത്തിരിക്കുന്ന 4400 mAh ബാറ്ററിയാണ്. അതിന് 66 വാട്ടിന്റെ സൂപ്പർ ഫാസ്റ്റ് ചാർജറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ രണ്ട് ഫോൺസും ബാറ്ററി ബാക്കപ്പിന്റെ കാര്യത്തിലാണെങ്കിലും ചാർജിങ്ങിന്റെ സ്പീഡിന്റെ കാര്യത്തിലാണെങ്കിലും പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നും വരില്ല. ഒന്നിൽ 100 mAh കൂടുതലാണെങ്കിൽ ഒന്നിൽ 1 വാട്ട് എക്സ്ട്രാ ബാറ്ററി ചാർജിങ് സ്പീഡും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നും ഫീൽ ചെയ്യില്ല ബാറ്ററി കപ്പാസിറ്റി അല്ലെങ്കിൽ ബാറ്ററി ചാർജിങ്ങിന്റെ പെർസ്പെക്ടീവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. പെർഫോമൻസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ Snapdragon 870 ചിപ്സെറ്റ് ആണ് രണ്ട് ഫോൺസിൽ ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ട് ഫോൺസിലും മാക്സിമം ക്ലോക്ക് സ്പീഡ് വരുന്നത് 3.2 GHz രണ്ട് ഫോൺസിലും Adreno 650 GPU ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി 8GB 12GB റാം ആണ് രണ്ട് ഫോൺസിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതും LPDDR5 റാം ആണ്. പിന്നെ 120GB 256GB UFS 3.1 സ്റ്റോറേജ് ആണ് രണ്ട് ഫോൺസിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഏത് ഫോണാണ് പെർഫോമൻസിന്റെ കാര്യത്തിൽ ബെറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ IQOO7 ഒരു ഡ്യുവൽ ചിപ്പ് പ്രോസസർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ഒരു എക്സ്ട്രാ ചിപ്പ് കൊടുത്തിട്ടുണ്ട് അതിന്റെ ഡിസ്പ്ലേ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഒരു ഡെഡിക്കേറ്റഡ് ചിപ്പ് ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ മൾട്ടിമീഡിയ അല്ലെങ്കിൽ ഗെയിമിംഗ് യൂസേജ് സമയത്ത് കുറച്ചും കൂടെ ബെറ്റർ ഗ്രാഫിക്സ് പ്രോസസ്സിംഗും കുറച്ചും കൂടെ ബെറ്റർ ഔട്ട്പുട്ടും ആയിരിക്കും IQOO7 കമ്പയർ ടു OnePlus 9R. അതുകൊണ്ട് തന്നെ ഗ്രാഫിക്സ് ഒരു മെയിൻ പാർട്ട് ആയതുകൊണ്ട് തന്നെ പെർഫോമൻസിന്റെ കാര്യത്തിലും കുറച്ചും കൂടെ ബെറ്റർ പെർഫോമൻസ് തരുന്നത് IQOO7 ആയിരിക്കും കമ്പയർ ടു OnePlus 9R. ഇനി ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ കാര്യം പറയാനാണെങ്കിൽ Oxygen OS ആണ് OnePlus 9R കൊടുത്തിരിക്കുന്നത്. FunTouch OS ആണ് IQOO7 ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ട് OSും Android 11 ബേസ്ഡ് ആണ്. സേഫ്റ്റിന്റെ കാര്യം നോക്കാനാണെങ്കിൽ രണ്ട് ഫോൺസിലും ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ കൊടുത്തിട്ടുണ്ട്. രണ്ട് ഫോൺസിലും ഫേസ് അൺലോക്ക് ഫെസിലിറ്റി അവൈലബിൾ ആണ്. കണക്ടിവിറ്റിന്റെ കാര്യം നോക്കാനാണെങ്കിൽ രണ്ട് ഫോൺസും 5G ഫോൺസ് ആണ്. രണ്ട് ഫോൺസിലും ഡ്യുവൽ 4G വോൾട്ടേജ് അവൈലബിൾ ആണ്. രണ്ട് ഫോൺസിലും Wi-Fi 6 ആണ്. രണ്ട് ഫോൺസിലും Bluetooth 5.1 ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ട് ഫോൺസിലും NFC ഫെസിലിറ്റി അവൈലബിൾ ആണ്. ക്യാമറയുടെ കാര്യം നോക്കാനാണെങ്കിൽ OnePlus 9R ക്വാഡ് ക്യാമറ സെറ്റപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. 48 മെഗാപിക്സലിന്റെ സോണി IMX 586 സെൻസറോട് കൂടിയ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷനോടും കൂടിയ പ്രൈമറി ക്യാമറയും 16 മെഗാപിക്സലിന്റെ അൾട്രാ വൈഡ് ക്യാമറയും 5 മെഗാപിക്സൽ ഒരു മാക്രോ ക്യാമറയും 2 മെഗാപിക്സൽ ഒരു മോണോ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ IQOO7 ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. 48 മെഗാപിക്സലിന്റെ സോണി IMX 598 സെൻസറോട് കൂടിയ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷനോടും കൂടിയ പ്രൈമറി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. 13 മെഗാപിക്സലാണ് അൾട്രാ വൈഡ് ക്യാമറ. ഇതേ ക്യാമറ തന്നെയാണ് മാക്രോ ക്യാമറ ആയിട്ടും വർക്ക് ചെയ്യുന്നത്. പുറത്തതിന് 2 മെഗാപിക്സലിൽ ഒരു മോണോക്രോം ക്യാമറയും IQOO7 കൊടുത്തിട്ടുണ്ട്. ഇനി ക്യാമറയുടെ ഒരു ഡിഫറൻസ് പറയാനാണെങ്കിൽ പേപ്പറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ OnePlus 9R ആണ് വിന്നർ. പക്ഷെ ഞങ്ങൾ ഒരു ക്യാമറ കമ്പാരിസൺ ചെയ്ത സമയത്ത് കുറച്ചും കൂടെ ബെറ്റർ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ബെറ്റർ ഫോട്ടോ എൻഹാൻസ് ഒക്കെ ചെയ്ത് നിങ്ങൾക്ക് തരുന്നത് IQOO7 ആണ് കമ്പയർ ടു OnePlus 9R. അപ്പോൾ ക്യാമറയിൽ ഒരു ഡെഫിനറ്റ് വിന്നർ എന്നുള്ള രീതിയിൽ പറയാൻ പറ്റില്ല. രണ്ട് ഫോൺസും തുല്യമാണ്. പക്ഷെ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ഞങ്ങൾക്ക് തോന്നിയ IQOO7 ക്യാമറയാണ്. രണ്ട് ഫോൺസിൽ ഉപയോഗിച്ചിരിക്കുന്ന 16 മെഗാപിക്സലിന്റെ ഫ്രണ്ട് ക്യാമറയാണ്. ഫോണിന്റെ വേരിയന്റിനെ കുറിച്ച് പറയാനാണെങ്കിൽ രണ്ട് ഫോൺസും 8GB 128GB വേരിയന്റും 12GB 256GB വേരിയന്റുമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. OnePlus 9R 8GB 128GB വേരിയന്റിന്റെ വിലയാണ് 39,999. 12GB 256GB വിലയാണ് 43,999.
ഇനി IQOO7 8GB 120GB വിലയാണ് 3199, 12GB 256GB വിലയാണ് 35999. അപ്പൊ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 8000 രൂപയുടെ അടുത്ത് വ്യത്യാസമുണ്ട് IQOO7 വേഴ്സസ് OnePlus 9R. ഇനി ഒരു വേർഡിക്ട് എന്നുള്ള രീതിയിൽ പറയാനാണെങ്കിൽ OnePlus 9R ചൂസ് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്സിജൻ OS, നല്ലൊരു സ്മൂത്ത് OS ആണ് ഓക്സിജൻ OS. പുറത്ത് തന്നെ OnePlus എന്നുള്ള ബ്രാൻഡ് നെയിം, ഇതൊക്കെയാണ് OnePlus 9R ചൂസ് ചെയ്യാനുള്ള റീസൺസ്. ഇനി നിങ്ങൾ OnePlusന്റെ ഡൈഹാർഡ് ഫാൻ ആണ്, OnePlus സീരീസിന്റെ കമ്പാരിസൺ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ഇനി IQOO7 മേടിക്കാനുള്ള റീസൺസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് തിങ് 8000 രൂപയുടെ ഡിഫറൻസ് കമ്പയർഡ് ടു OnePlus 9R, അതൊരു പ്രൈം റീസൺ ആണ്. സെക്കൻഡ് റീസൺ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യുവൽ ചിപ്പ് പ്രോസസർ, അതായത് ഗ്രാഫിക്സ് പ്രോസസിംഗിന് വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ ചിപ്പ് കൊടുത്തുകൊണ്ട് തന്നെ ബെറ്റർ പെർഫോമൻസ് ആയിരിക്കും, ബെറ്റർ ഗെയിമിംഗ് എക്സ്പീരിയൻസും ബെറ്റർ മൾട്ടിമീഡിയ എക്സ്പീരിയൻസും ആയിരിക്കും IQOO7. പിന്നെ ഒരു ലീനിയർ മോട്ടർ കൊടുത്തിട്ടുണ്ട്. അത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഗെയിം കളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ ബെറ്റർ ഫീഡ്ബാക്ക് വൈബ്രേഷൻ ആയിരിക്കും ഫോണിൽ നിന്ന് വരുന്നത്. പിന്നെ എൻഹാൻസ് റാം ടെക്നോളജി എന്ന് പറഞ്ഞൊരു ഫീച്ചർ വരുന്നുണ്ട്. അതായത് നിങ്ങളുടെ ഫോൺ 8GB ആണെങ്കിൽ 11GB വരെയും 12GB ആണെങ്കിൽ 15GB വരെയും റാം എൻഹാൻസ് ചെയ്യും സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് എന്നാണ് IQOO ക്ലെയിം ചെയ്യുന്നത്. പോരത്തതിന് ലാർജസ്റ്റ് ഗ്രാഫൈറ്റ് കൂളിംഗ് സിസ്റ്റം ആണ് IQOO7 ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫോൺ അത്ര പെട്ടെന്നൊന്നും ഹീറ്റ് ആവില്ല. അപ്പോൾ വേർഡിക്റ്റ് സിമ്പിൾ ആയിട്ട് പറയാനാണെങ്കിൽ നിങ്ങളൊരു ഗെയിമർ അല്ലെങ്കിൽ നിങ്ങളൊരു മൾട്ടിമീഡിയ യൂസർ ആണെന്നുണ്ടെങ്കിൽ IQOO7 ആണ് നിങ്ങളുടെ ഡെഫിനിറ്റ് ചോയ്സ്. അല്ല, നിങ്ങളൊരു നോർമൽ യൂസർ ആണ്, OnePlus എന്നുള്ള ബ്രാൻഡ് കുറച്ചും കൂടെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, OnePlus 9R ആണ് നിങ്ങളുടെ ചോയ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബട്ട് വൈ മലയാളീസിന്റെ ബാക്കി വീഡിയോകൾ കാണാൻ മറക്കാതിരിക്കുക. താങ്ക്